അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞാൽ അമ്പാടിക്കുട്ടൻ മോന്തിയും കയറ്റി ഇരിക്കാറുള്ളത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അവൻ്റെ ഷൂവിൻ്റെ ലേസ് കിട്ടിയത് കറക്റ്റ് ആയിട്ടില്ല പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ദേഷ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു റോഡിൽ വല്ലാതെ ബ്ലോക്ക് ഒന്നും കാണാറില്ല. സാധാരണ ഈ ടൈമിൽ ഭയങ്കര ക്രൗഡ് ആയിരിക്കും കേട്ടോ, നമുക്ക് പോകാൻ തന്നെ പറ്റാറില്ല. ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറേ ഡേയ്സായി ബിരിയാണി കഴിച്ചിട്ട്, എന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി കഴിക്കാനുള്ള വരവാണെന്ന് കണ്ടപ്പോൾ അമ്പാടിക്കുട്ടൻ്റെ മുഖം ഏകദേശമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ സ്റ്റാർട്ട് ചെയ്ത പുതിയ ബിരിയാണി സെന്റർ ആണ് കേട്ടോ. അതായത് അവരുടെ പഴയ ബിരിയാണി സെന്റർ ഉണ്ടായിരുന്നു, അവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ സ്പേസ് കുറവായതുകൊണ്ട് ഇവർ ഇപ്പുറത്തോട്ട് മാറ്റിയിരിക്കുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഫാമിലി റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയ ഫാമിലി റൂമിലോട്ടാണ് ചെന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല ചൂടായിട്ടുള്ള ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ വായിൽ വെള്ളം ഊർന്നു കേട്ടോ. കഴിച്ചാലും മതി വരാത്തൊരു സാധനമാണല്ലോ ബിരിയാണി. ഇന്ന് കഴിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. ഇവിടുത്തെ ബിരിയാണി എപ്പോൾ കഴിക്കുന്ന ഒന്നും അപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി എത്താറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വാരി കഴിച്ചോണ്ടെന്നൊക്കെ പറഞ്ഞു, പിന്നെ അവൻ കഴിക്കൽ നിർത്തിയ പിന്നെ ഞാൻ വാരി കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കൂടെ വേറൊരു കൂൾ ഡ്രിങ്ക്സും കൂടി വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.